ഓക്കെ, വെൽക്കം. ഫിഫ്ത്ത് മോഡ്യൂളിൻ്റെ മെയിനായിട്ട് വരുന്നത് പ്രൊഡക്ഷൻ പ്ലാനിങ്, കൺട്രോൾ, അതുപോലുള്ള ടോപ്പിക്സാണ്. ഫസ്റ്റ് പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ. അപ്പോൾ എന്താണ് പ്രൊഡക്ഷൻ? പ്രൊഡക്ഷൻ ഈസ് ദ സീക്വൻസ് ഓഫ് ടെക്നിക്കൽ പ്രോസസ്സസ് requiring either directly or indirectly the mental and physical skill of the craftsman and consists of changing the shape, size and properties of the materials and ultimately converting them into useful articles. അപ്പോൾ ഇതിനകത്ത് വേറൊന്നുമല്ല, ഒരു റോ മെറ്റീരിയൽസ്, കുറച്ച് ഇൻപുട്സ് ഉണ്ട്. മെയിനായിട്ട് ഈ കാണുന്ന പോലെ ഇപ്പോൾ ഇത് പ്രൊഡക്ഷൻ സിസ്റ്റത്തിൻ്റെ കോമ്പണൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇൻപുട്ട്, ഔട്ട്പുട്ട്, അതേപോലെ ഇൻപുട്ടിൽ നിന്ന് ഔട്ട്പുട്ടിലേക്ക് ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സസ് അതിൽ വരുന്നതാണ് ഈ പ്രൊഡക്ഷൻ പ്ലാനിങ്, പ്രോസസ് പ്ലാനിങ്, പ്രൊഡക്ഷൻ കൺട്രോൾ, മെയിൻ്റനൻസ് എക്സെട്ര. അപ്പോൾ അതേപോലെ ഇനി ഔട്ട്പുട്ട് വരുന്നത് നമുക്ക് ഡിസൈഡ് ഔട്ട്പുട്ട് അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഫീഡ്ബാക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വരണമെങ്കിൽ അപ്പോൾ അതൊക്കെ നമുക്ക് വേണ്ട ഫൈനൽ ഫീഡ്ബാക്ക് അനുസരിച്ചിട്ട് ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സിൻ്റെ ചേഞ്ച് വരും. അപ്പോൾ അതാണ് ആ ഒരു സർക്യൂട്ട് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇനി എന്താണ് ഇതിനകത്ത് ഓരോ കേസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, പ്രൊഡക്ഷൻ പ്ലാനിങ്. പ്രൊഡക്ഷൻ പ്ലാനിങ് ഈസ് എ പ്രീ പ്രൊഡക്ഷൻ ആക്ടിവിറ്റി. അതായത് ആക്ച്വൽ പ്രൊഡക്ഷന് മുൻപ്, ഒരു മെറ്റീരിയൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു കോമ്പണൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ചെയ്യുന്ന കാര്യമാണ്. അതായത് പേര് പോലെ തന്നെ പ്ലാനിങ് ആണ്. അപ്പോൾ ഈ പ്രൊഡക്ഷൻ എങ്ങനെ നടത്തണം, ഏതൊക്കെ മെറ്റീരിയൽ ഉപയോഗിച്ച് നടത്തണം, അല്ലെങ്കിൽ ഏതൊക്കെ പ്രോസസ്സ് ഉപയോഗിച്ച് നടത്തണം എന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു പ്ലാനിങ്, അതാണ് പ്രൊഡക്ഷൻ പ്ലാനിങ്. It may be defined as the technique of foreseeing every step in a long series of separate operations. Each step is to be taken at the right time and at the right place, and each operation to be performed in maximum efficiency. ഇപ്പോൾ ഓരോ ഓപ്പറേഷനും മാക്സിമം എഫിഷ്യൻ്റായിട്ട് എങ്ങനെ ചെയ്യാം, എവിടെ ചെയ്യാം, എത്ര സമയം കൊണ്ട് ചെയ്യാം, എപ്പോഴൊക്കെയാണ് ചെയ്യേണ്ടത്, ഇതൊക്കെ പ്ലാൻ ചെയ്യണം. ഇനി അതേപോലെ പ്ലാനിങ് പോലെ തന്നെ കൺട്രോൾ, ഇതിനെയൊക്കെ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ കൺട്രോൾ ചെയ്ത് പോകണം. അതായത് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെ നിൽക്കണം, അല്ല ഉദ്ദേശിച്ച സമയം കൊണ്ട് തന്നെ നിൽക്കണം, കോസ്റ്റിൽ നിൽക്കണം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ശരിക്കും റെഗുലറായിട്ട് മോണിറ്റർ ചെയ്യണം. മോണിറ്റർ ചെയ്തിട്ട് അതിനകത്ത് എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ നമ്മളൊരു ടാർഗറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടാവും, സ്റ്റാൻഡർഡൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിനകത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ വേരിയേഷൻ ഉണ്ടെങ്കിൽ അതിന് വേണ്ട കറക്റ്റീവ് ആക്ഷൻസ് എടുക്കുക. അതാണ് പ്രൊഡക്ഷൻ കൺട്രോൾ വരുന്നത്. പ്രൊഡക്ഷൻ കൺട്രോൾ constantly monitors and regulates the process of execution of the task in the manufacturing process from the beginning to the end. Process control analyzes the variations between the actual achievement and the standard and the set standards. Production control processes take the corrective action in case of shortfalls in achievements when compared with the set ടാർഗറ്റ്സ് ആർ സ്റ്റാൻഡേർഡ്സ്. ഇനി ഈ പറഞ്ഞ രണ്ടും കൂടെ ചേർത്ത് പറയുകയാണ് പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ. അതാണ് PPC. PPC essentially consists of planning production in a manufacturing organization before the actual production activities start and exercising control over the activity to ensure the planned production is realized in terms of quality, quantity, delivery schedule and cost of production. അപ്പോൾ ഈ പറഞ്ഞ പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ ഇത് രണ്ടും കൂടെ ചേർത്ത് വായിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ശരിക്കുള്ള പ്രൊഡക്ഷൻ ആക്ടിവിറ്റി ചെയ്യുന്നതിന് മുമ്പ് തന്നെ ശക്തമായ ഒരു പ്ലാനിങ്ങും അതേപോലെ തന്നെ അത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ഒരു കൺട്രോളും ഉണ്ടാവണം. ഇൻ ടേംസ് ഓഫ് ക്വാളിറ്റി, ക്വാണ്ടിറ്റി, ഡെലിവറി ഷെഡ്യൂൾ ആൻഡ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഇനി ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന ഒബ്ജക്റ്റീവ്സ്. എയിം ഓഫ് production planning and control. First one, continuous flow of production. It tries to achieve the smooth and continuous production by eliminating successfully all sorts of bottlenecks in the process of production through well planned routing and scheduling requirements relating to the production work. Second is the planned requirement of resources. It seeks to ensure the availability of all the inputs, that is materials, machines, tools, equipments and manpower
in the required quantity of the required quality and at required time so that desired targets of the production may be achieved. Coordinated work schedules. The production activities are planned and carried out in a manufacturing organization as per the master schedule. ഒരു കോർഡിനേറ്റഡ് വർക്ക് ഷെഡ്യൂൾ ഉണ്ടാവണം. അതുപോലെ ഒപ്റ്റിമം ഇൻവെൻട്രി മാക്സിമം അല്ല, മിനിമം അല്ല, ഒപ്റ്റിമം എമൗണ്ട് ഓഫ് ഇൻവെൻട്രി ഉണ്ടാവണം. നെക്സ്റ്റ് ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി. അപ്പം പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുക. ഇറ്റ് എയിംസ് അറ്റ് ദ ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി by increasing efficiency and being economical. Next, customer satisfaction. It aims at satisfying the customer's requirement by producing the items as per the specifications or desires of the customer. അപ്പോൾ കസ്റ്റമറിൻ്റെ സ്പെസിഫിക്കേഷൻ അല്ലെങ്കിൽ അവരുടെ ഡിസയർ അനുസരിച്ച് ഉള്ള ഐറ്റംസ് വേണം പ്രൊഡ്യൂസ് ചെയ്യാൻ, എന്നാലേ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ. നെക്സ്റ്റ്, പ്രൊഡക്ഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ് സ്റ്റെബിലൈസേഷൻ. Production planning and control aims at ensuring the production and employment levels that are relatively stable and consistent with the quality of the sales. Last one, evaluation of the performance. Performance index evaluation. The process of PPC is expected to keep a constant check on operations by judging the performance of various individuals and workshops and taking suitable corrective measures if there is any. ഇതൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് PPC. നെക്സ്റ്റ്, ഇമ്പോർട്ടൻസ്. ഇപ്പം ഇങ്ങനെയുള്ളൊരു പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ ചെയ്യുന്നതുകൊണ്ടുള്ള അതിൻ്റെ ഇമ്പോർട്ടൻസ്, മെയിനായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, ബെറ്റർ സർവീസ് ടു കസ്റ്റമേഴ്സിന് ബെറ്റർ സർവീസ് കൊടുക്കുക. അതുപോലെ ഫ്യൂ റഷ് ഓർഡേഴ്സ്. അതുപോലെ സ്മൂത്തായിട്ടുള്ള പ്ലാനിങ് അനുസരിച്ചുള്ള ഒരു ഓർഡേഴ്സ് കൊടുക്കുക. പെട്ടെന്ന് ഒരു ഓർഡർ വരുവാണെങ്കിൽ അങ്ങനെയൊക്കെ ഒരു റഷ് വരാതെ കറക്റ്റ് സിസ്റ്റമാറ്റിക്കായിട്ട് പോവുക. ബെറ്റർ കൺട്രോൾ ഓഫ് ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്. നമുക്കൊരു സ്റ്റോക്ക് എന്നുള്ളൊരു കൺസെപ്റ്റ് നമുക്ക് വരും. ഇൻവെൻട്രി മോഡൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ടോപ്പിക്സ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൺട്രോൾ ചെയ്യുക, ഇൻവെൻട്രീനെ കൺട്രോൾ ചെയ്യുക. ദെൻ മോർ എഫക്റ്റീവ് യൂസ് ഓഫ് എക്യുപ്മെൻറ്റ്സ്, reduced idle time, improved plan morale, good public image, lower capital requirements. ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ. ഇനി നെക്സ്റ്റ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് PPC. എന്തൊക്കെയാണ് മെയിൻ ഫാക്ടേഴ്സ് ഒരു പ്രൊഡക്ഷൻ പ്ലാനിങ് കൺട്രോളിനെ അഫക്റ്റ് ചെയ്യുന്ന മെയിനായിട്ടുള്ള ഫാക്ടേഴ്സാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ്, മാർക്കറ്റ് ഫോർകാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് വിൽക്കുന്ന മാർക്കറ്റ് ഉണ്ടാവും. അത് എങ്ങനത്തെ മാർക്കറ്റാണ്, അവരുടെ കസ്റ്റമറിൻ്റെ എന്തൊക്കെയാണ് എക്സ്പെക്റ്റേഷൻസ്, അതൊക്കെ ഫോർകാസ്റ്റ് ചെയ്യാനുള്ള എബിലിറ്റി, അത് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇറ്റ് വിൽ ഇൻഡിക്കേറ്റ് ദ ഫ്യൂച്ചർ ട്രെൻഡ്സ് ഇൻ ദ ഡിമാൻഡ് ഫോർ മാനുഫാക്ചർഡ് പ്രോഡക്ട്സ്. പ്ലാൻസ് ഫോർ an increase or decrease in the manufacturing activity are based upon the market forecast and in turn affect the PPC. അപ്പോൾ ഈ മാർക്കറ്റ് ഫോർകാസ്റ്റ് അനുസരിച്ചിട്ട് എന്താണ് PPCയെയും അത് ഡിപ്പെൻഡ് ചെയ്യും. ഇനി നെക്സ്റ്റ്, ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ്. ഏത് ടൈപ്പ് പ്രോഡക്റ്റാണ്, പ്രോഡക്റ്റിനെ ബേസ് ചെയ്തിരിക്കും. ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ പോലെ ആയിരിക്കില്ല വേറെ പ്രോഡക്റ്റ് പ്ലാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഡിപ്പെൻഡ് ഓൺ ദ പ്രോഡക്റ്റാണ്, ടൈപ്പ് ഓഫ് ദ പ്രോഡക്റ്റാണ്. നെക്സ്റ്റ്, ടൈപ്പ് ഓഫ് മാനുഫാക്ചറിങ്. പല മാനുഫാക്ചറിങ് ടെക്നിക്സ് ഉണ്ടാവും. അപ്പോൾ ഓരോ പ്രോഡക്റ്റിനും ഓരോ മാനുഫാക്ചറിങ് ടെക്നിക്സ് ആയിരിക്കും. അതിനനുസരിച്ച് അതിൻ്റെ പ്ലാനിങ്ങും കൺട്രോളും വേരി ചെയ്യും. ഇനി അടുത്ത ലാസ്റ്റ്, സൈസ് ഓഫ് ദ പ്ലാന്റ് അല്ലെങ്കിൽ വോളിയം ഓഫ് പ്രൊഡക്ഷൻ. ഇപ്പം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സിൻ്റെ എന്താ പറയുക, അതിൻ്റെ വോളിയം അല്ലെങ്കിൽ സൈസ് ഓഫ് ദ പ്ലാന്റിൻ്റെ സൈസ്, അതനുസരിച്ചിട്ട് കൺട്രോളിങ്ങും അതുപോലെ പ്ലാനിങ്ങും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. ഇതൊക്കെയാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് PPC. ലാസ്റ്റ്, ലിമിറ്റേഷൻസ്. ഇപ്പോൾ എന്തൊക്കെയാണ് ഈ PPC അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പ്ലാനിങ് കൺട്രോളിൻ്റെ വരുന്ന ലിമിറ്റേഷൻസ് നോക്കാം. ഫസ്റ്റ്
ബേസ്ഡ് ഓൺ ദ അസംഷൻസ്. അപ്പോൾ ഈ പ്ലാനിങ് അതേപോലെ കൺട്രോൾ അതൊക്കെ കുറച്ച് അസംഷൻസ് സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ അസംഷൻസ് റോങ് ആണെങ്കിൽ അൾട്ടിമേറ്റ്ലി ഇതൊരു ഫെയിലിയർ ആയിരിക്കും. അപ്പോൾ അസംഷൻസ് എത്രത്തോളം കറക്റ്റ് ആവുന്നോ അത്രത്തോളം മാത്രമേ ഇതെന്താണ് സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുള്ളൂ. നെക്സ്റ്റ് റിജിഡിറ്റി. ഇപ്പോൾ ഇതൊരു റിജിഡായിട്ടുള്ള ഒരു പ്ലാൻസ് ആണ് നമ്മൾ സെറ്റ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ അതിനകത്ത് വർക്ക് ചെയ്യുന്ന ആളുകൾ എംപ്ലോയീസ് അവർക്കൊരു റെസിസ്റ്റൻസ് വരും സ്വാഭാവികമായിട്ടും. ദെൻ ഡിഫിക്കൾട്ട് ഫോർ ദ സ്മോൾ ഫേംസ്. ചെറിയ ചെറിയ ഫേംസിനൊക്കെ ഇതൊരു ബുദ്ധിമുട്ടായിരിക്കും, കാരണം അത് വളരെ ടൈം കൺസ്യൂമിങ് ആണ്. ഇനി അടുത്ത നെക്സ്റ്റ് കോസ്റ്റ്ലി. അപ്പോൾ ഇത് ഈ ചെയ്യുന്നത് ഇങ്ങനെ പ്ലാനിങ്, എക്സ്പെഡിറ്റിങ്, ഡിസ്പാച്ചിങ്, ഷെഡ്യൂളിങ് ഇങ്ങനെയൊക്കെ കുറേ പ്രോസസ്സ് ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ കോസ്റ്റ്ലി ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു കോസ്റ്റിൻ്റെ ഒരു കേസ് വരുന്നുണ്ട്. നെക്സ്റ്റ് ടൈം കൺസ്യൂമിങ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് ഇതൊക്കെ ചെയ്യാൻ വേണ്ടി പ്ലാനിങ്ങും കൺട്രോളൊക്കെ ചെയ്യാൻ വേണ്ടി കുറേ ടൈം വേസ്റ്റ് ആവും. അത് വേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും ടൈം കൺസ്യൂമിങ് ആണ്. നെക്സ്റ്റ് ഡിപ്പെൻഡൻസ് ഓഫ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. ഇവിടെ പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ ഫംഗ്ഷൻ ബിക്കംസ് extremely difficult when the environmental factors change very rapidly, such as technology, customer taste, government policy, break in supply chain due to natural calamities such as flood, earthquakes, war, etc. അപ്പോൾ ഇങ്ങനെയുള്ള എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കസ്റ്റമർ ടേസ്റ്റ്, കസ്റ്റമറിൻ്റെ ഒരു ഇഷ്ടം അത് പെട്ടെന്ന് മാറി. അപ്പോൾ നമ്മുടെ ആദ്യത്തെ കസ്റ്റമർ ടേസ്റ്റ് അനുസരിച്ചായിരിക്കും നമ്മൾ പ്രോഡക്റ്റ്സ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അത് മാറിക്കഴിഞ്ഞാൽ അവരുടെ താല്പര്യങ്ങൾ മാറി. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മാറ്റേണ്ടതായിട്ട് വരും. അതേപോലെ പിന്നെ കുറച്ച് നാച്ചുറൽ കാലാമിറ്റീസ് ഉണ്ടായി, ഫ്ലഡ്, എർത്ത് അങ്ങനെയൊക്കെ വരുന്നു. അപ്പോൾ ആളുകളുടെ കയ്യിൽ പൈസ ഇല്ല. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ ബുദ്ധിമുട്ടുകൾ വരും. അപ്പോൾ ഇങ്ങനെയുള്ള നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാതെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ടാകും. ഇതൊക്കെ ഇതിനെ ബാധിക്കും. ഇതൊക്കെയാണ് ലിമിറ്റേഷൻസ് ഓഫ് PPC.